എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ലോകത്തിൻ്റെ ന്യായവിധി പ്രഖ്യാപിച്ചതിന് ശേഷം നോഹയുടെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. ലോകം മുഴുവനും ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ആ കൊടും ശിക്ഷയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒരു കുടുംബത്തെ ദൈവം അവിടെ നിന്ന് വേർതിരിച്ച് തനിക്കായി മാറ്റിവെക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ ദൈവരാജ്യം എന്ന പരിപാടി തുടർന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ കുടുംബത്തിലൂടെയാണ്. ദൈവത്തിൽ നിന്ന് മുഴുവനായി പുറംതിരിഞ്ഞ് നടക്കുന്ന ലോകത്തെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തോട് വിശ്വാസത്താൽ ചേർന്ന് നടക്കുന്ന, ദൈവത്തിൻ്റെ പരിപാടികളോട് സഹകരിക്കുന്ന മനുഷ്യരിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോഹയും കുടുംബവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരു പെട്ടകം ഒരുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇവിടെയും നമ്മൾ കാണേണ്ട ഒരു വലിയ സത്യമുണ്ട്. രക്ഷ എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യനെ രക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. ഈ വലിയ ന്യായവിധിയിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ നോഹയോടൊരു വഴി കണ്ടുപിടിക്കാനല്ല ദൈവം പറയുന്നത്. ദൈവം തന്നെയാണ് ഒരു പെട്ടകത്തിലൂടെ അവരെ രക്ഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് പരിപാടിയിടുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് മനുഷ്യർ ഭൂരിപക്ഷവും അവരെ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നുമൊക്കെ അവരുടെ ബലഹീനതകളിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാൻ മനുഷ്യർ വിഭാവനം ചെയ്ത, മനുഷ്യരുടെ ഭാവനയിൽ ഉദിച്ച പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചുറ്റുപാടുമുള്ള ഏത് മതങ്ങളിൽ നോക്കിയാലും നമ്മൾ കാണുന്ന മതകർമ്മങ്ങളെന്ന് പറഞ്ഞാൽ മിക്കവാറുമൊക്കെ മനുഷ്യരുണ്ടാക്കിയ കർമ്മങ്ങളും ആചാരങ്ങളുമൊക്കെയാണ്. അത് മലകയറ്റമായാലും, അത് നൊയമ്പായാലും, അത് വഴിപാടുകളായാലും, ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ ചെയ്യുന്ന കർമ്മങ്ങളായാലും മിക്കവാറും എല്ലാം തന്നെ മനുഷ്യർ ഉണ്ടാക്കിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇതിലൂടെയാണ് മനുഷ്യൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നത്, അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കണം, രക്ഷപ്പെടുവാൻ നമ്മളെക്കൊണ്ട് കഴിവില്ലാത്ത സ്ഥിതിയിലാണ് നമ്മൾ. അവിടെയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പരിപാടിയെ നാം സ്വീകരിക്കേണ്ട ആവശ്യമിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നോക്കിയാൽ, ഈജിപ്തിൽ അടിമകളായിരുന്ന ദൈവത്തിൻ്റെ ജനം, അവരെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് മോശ മാനുഷികമായി ശ്രമിച്ച് പരാജയപ്പെടുന്ന ചരിത്രം നമുക്കറിയാം. എന്നാൽ പിന്നീട് ദൈവമാണ് അവരുടെ രക്ഷയ്ക്കുള്ള പദ്ധതി ഒരുക്കുകയും അതിശയകരമായ രീതിയിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവരെ അവിടെ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. പിന്നീട് അവർ മുന്നോട്ട് പോകുമ്പോഴും ചെങ്കടലിൻ്റെ കരയിലാണെങ്കിലും ശരി, അവിടെയും മോശയിലൂടെ ദൈവം പറയുന്നുണ്ട്, ഇന്ന് ദൈവം നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുക എന്നാണ്. ദൈവം നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക എന്നാണ് പുറപ്പാട് 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവമാണ് രക്ഷിക്കുന്നവൻ, അവിടെ നിന്നാണ് രക്ഷകൻ. ഈ പെട്ടകം നിർമ്മിക്കുവാനായിട്ട് ദൈവം തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഗോഫർ എന്ന മരം കൊണ്ടാണ് ദൈവം ഈ പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. ഗോഫർ എന്നാൽ സൈപ്രസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ മലയാളം പേരെന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. ഏതായാലും ഈ മരം അറുത്ത് അതിൻ്റെ പലകകൾ ചേർത്ത് വെച്ച് അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം എന്ന് ദൈവം പറയുകയാണ്. കീലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ടാറിന് സമാനമായിട്ടുള്ള ഒരു കൊഴുത്ത ദ്രാവകമാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ കീലിൻ്റെ കുഴികളെക്കുറിച്ച് കാണാം. ഇവിടെ ഇങ്ങനെയാണ്: സിദ്ദീം താഴ്വരയിൽ കീൽ കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. അവരവിടെ മരിച്ചു പോയതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സിദ്ദീം താഴ്വരയിൽ കീൽ കുഴികൾ ഉണ്ടായിരുന്നു. ഈ കീലെന്ന് പറയുന്നത് ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ അവിടെയൊക്കെ ഈ പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരിക്കാം. അവിടെ നിന്ന് ഇത് എടുത്ത്
ഒരു വാട്ടർ പ്രൂഫിംഗ് ഏജൻ്റായിട്ട് ആ പെട്ടകത്തിനുള്ളിലേക്ക് പലകകൾ ചേർത്ത് വയ്ക്കുമ്പോഴും അതിനുള്ളിലേക്ക് വെള്ളം അരിച്ചിറങ്ങാതെ രണ്ട് വശത്തും പശ പോലെ ടാറ് പോലെ തേച്ച് പിടിപ്പിക്കുന്ന സാധനമാണ് ഈ കീലെന്ന് പറയുന്നത്. അത് ദൈവം ഉപയോഗിക്കാനായിട്ട് നോഹയോട് പറയുകയാണ്. അതുപോലെ ഈ പെട്ടകം ഉണ്ടാക്കുമ്പോൾ അതിനെ 3 തട്ടായിട്ട് ഉണ്ടാക്കണം, 3 നിലയായിട്ട് ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഏറ്റവും മുകളിലത്തെ തട്ടിൽ സൈഡിൽ തന്നെ ഒരു ജനൽ ഉണ്ടാക്കണമെന്ന് ദൈവം പറയുന്നു. അതുപോലെ ഒരു വാതിൽ ഉണ്ടാക്കണം എന്ന് ദൈവം പറയുന്നു. ആ ഒരൊറ്റ വാതിലാണ് ആ പെട്ടകത്തിന് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ 3 തട്ടുകളായി, ഒരു കിളിവാതിൽ മുകളിൽ, ഒരു വാതിൽ സൈഡിൽ ഗോഫർ മരം കൊണ്ടുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേച്ച് ഉണ്ടാക്കേണ്ട ഒരു പെട്ടകത്തിൻ്റെ ഡിസൈനാണ് ദൈവം നൽകിയത്. ഇവിടെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഒരു പെട്ടകം ഉണ്ടാക്കിയാൽ അതിനകത്ത് ദൈവം പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ള സകല മൃഗജാലങ്ങളെയും സകല പക്ഷിവർഗ്ഗങ്ങളെയും സകല ഇഴജാതികളെയും ഒക്കെ കയറ്റാനായിട്ടുള്ള സ്ഥലം ഈ പെട്ടകത്തിനകത്തുണ്ടോ? എങ്ങനെയാണ് ഒരു ബോട്ടിനകത്ത് ഇതെല്ലാം കൂടെ കയറ്റുന്നത്, ഒരു വള്ളത്തിനകത്ത് ഇതെല്ലാം കൂടെ കയറ്റുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ദൈവം അതിൻ്റെ അളവുകൾ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പെട്ടകത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്ന്. പലരും ചിന്തിക്കുന്ന പോലെ ഇത് ചെറിയൊരു വള്ളമോ ഒരു ബോട്ടോ ആയിരുന്നില്ല, വളരെ വലിപ്പമുള്ള ഒരു പെട്ടകമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ നീളത്തെക്കുറിച്ച് പറയുമ്പോൾ 300 മുഴം നീളമെന്നാണ്. 300 മുഴം നീളം. ഈ 300 മുഴം നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 137.6 മീറ്ററാണ്, അഥവാ 450 അടി നീളമാണ് ഇതിനുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കാം, 450 അടി നീളമുള്ള ഒരു പെട്ടകമാണ് ദൈവം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. അതിൻ്റെ വീതി 50 മുഴം എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ 22.86 മീറ്റർ അഥവാ 75 അടിയാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉയരം 30 മുഴം. 30 മുഴം എന്ന് പറഞ്ഞാൽ 13.75 മീറ്റർ അഥവാ 45 അടി ആണ് അതിൻ്റെ ഉയരം. അതായത് ഒരു തട്ട് 15 അടി പൊക്കം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, 3 നിലയുള്ളൊരു കെട്ടിടം. സാധാരണ നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഒരു നില ഏതാണ്ട് 10 അടിയൊക്കെയാണ് നമ്മൾ പണിയുന്നത്, 10-12 അടിയൊക്കെയാണ് വരുന്നത്. ഇത് 15 അടി പൊക്കമുള്ള 3 തട്ടുകളായി 3 നിലകളായി 450 അടി നീളത്തിൽ 75 അടി വീതിയിൽ പണിതിരിക്കുന്ന ഒരു പെട്ടകം. ഇത് ഓടിക്കാനായിട്ട്, യാത്ര ചെയ്യാനായിട്ട്, സവാരി നടത്താനായിട്ട് ഉണ്ടാക്കിയ ഒരു കപ്പലല്ല, ഒരു ബോട്ടല്ല. എന്ന് പറഞ്ഞാൽ അതിനെ ഓടിക്കാനായിട്ട് എഞ്ചിനോ തുഴയാനായിട്ട് തുഴകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ വലിയ പ്രളയം വരുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പെട്ടി, ആ ഒരു പെട്ടി പോലെയുള്ള ഒരു അളവാണ് ഇതിനുള്ളത്. എന്നാൽ ഇതൊരു ശാസ്ത്രീയമായ അളവ് തന്നെയാണ്. അതായത് ഈ വലിയ പ്രളയത്തിലെ ഒഴുക്കും കുത്തൊഴുക്കും ഒക്കെ വരുമ്പോഴും ചാഞ്ചാട്ടമൊക്കെ വരുമ്പോഴും ഇത് മറയാതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. അതിന് തക്ക ഒരു അളവാണ്, അതിന് തക്ക പ്രപ്പോർഷൻസാണ് ഈ ഉയരവും വീതിയും നീളവുമൊക്കെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ ഇത്രയും വലുപ്പമുള്ള ഒരു ജലയാനം മനുഷ്യനുണ്ടാക്കിയിട്ടില്ല. 19-ാം നൂറ്റാണ്ടിലാണ് പിന്നെ ഈ അളവിനേക്കാൾ കൂടിയ അളവിലുള്ള ഒരു കപ്പൽ മനുഷ്യനുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുവരെ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിപ്പമുള്ള ഒരു ജലയാനം അല്ലെങ്കിൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പെട്ടകമായിരുന്നു ഇത്. നമുക്കിനി ഇതിനകത്ത് കയറുന്ന ജീവികളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ ജീവികളിൽ 2 വെച്ച് കയറ്റണമെന്ന് ദൈവം പറഞ്ഞു. എല്ലാ ജീവജാലങ്ങളിലും 2 വെച്ച് കയറ്റണം. പിന്നീട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 വെച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മൃഗങ്ങളെ കയറ്റാനായിട്ടുള്ള സ്ഥലം ഈ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നു. പലരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിലുള്ള മൃഗങ്ങളുടെ വലിപ്പം ഭയങ്കരമാണ്, ഇത്ര വലിയ മൃഗങ്ങൾ എങ്ങനെ ഈ പെട്ടകത്തിനകത്ത് നിൽക്കുമെന്നാണ്. ഒന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ കണ്ടിട്ടുള്ള വലിപ്പമുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? വലിപ്പമുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ പരമാവധി ആനയെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒട്ടകത്തെ കണ്ടിട്ടുണ്ട്, പിന്നെ വലിയ കാട്ടുപോത്തുകളെ കണ്ടിട്ടുണ്ട്, ജിറാഫിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതാണ് വലിപ്പമുള്ള മൃഗങ്ങളെന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് ഒരുപക്ഷെ ദിനോസറുകളും കണ്ടേക്കാം. എന്തു തന്നെയാണെങ്കിലും ഏതാണ്ട് 35,000 സ്പീഷീസ് ആണ് ജീവജാലങ്ങൾ ലോകത്തിലുള്ളത്. ഇതിൻ്റെ ആവറേജ് വലിപ്പം എടുത്താൽ ഒരാടിൻ്റെ വലിപ്പമേ ഉള്ളൂ എന്നാണ്. അതായത് വലിപ്പമുള്ള മൃഗങ്ങളുണ്ട്, വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രാണികളെ പോലെയുള്ള ജീവികളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ ആവറേജ് എടുത്താൽ ഈ 35,000 സ്പീഷീസിൽ ഈ ജീവികൾക്ക് ഒരു ആടിൻ്റെ വലിപ്പത്തിലാണ് അതിൻ്റെ
അളവ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ജീവികളെ കയറ്റിയാൽ മതി. അഥവാ ഏതാണ്ട് 1,35,560 ജീവികൾ. ഇത്രയും ജീവികളെ നിർത്താൻ ഈ പെട്ടകത്തിൻ്റെ പകുതി വലിപ്പം മതി. അതാണ് അതിൻ്റെ രസകരമായ വിവരം എന്ന് പറയുന്നത്. ഈ ഇത്രയും ജീവജാലങ്ങളെ കയറ്റിയാലും അതിന് നിൽക്കാനും കിടക്കാനുമുള്ള സ്ഥലം എടുത്താലും ഇനിയും ആ പെട്ടകത്തിൽ പകുതിയോളം സ്ഥലം ബാക്കിയാണ്. അവിടെ നോഹയ്ക്കും കുടുംബത്തിനും താമസിക്കാം. ഇവർക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അത്ര വിശാലമായ ഒരു സൗകര്യമാണ് ഈ പെട്ടകത്തിനകത്ത് ഉണ്ടായിരുന്നത്. പലരും വിചാരിക്കുന്നത് പോലെ, വിമർശകർ ചിന്തിക്കുന്നത് പോലെ ഇതൊരു ചെറിയ ബോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കപ്പലോ ആയിരുന്നില്ല. ഇത് വളരെ വലിപ്പമുള്ള, ഈ ജീവജാലങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ തക്ക വലിപ്പമുള്ള ഒരു പെട്ടകം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ തരത്തിൽ ആണ് ദൈവം അതിനെ ഡിസൈൻ ചെയ്തിരുന്നത്. ഇനി അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഈ അലയുകയും ഉലയുകയൊക്കെ ചെയ്യുമ്പോൾ മറയാതിരിക്കാനായിട്ടുള്ള ആ ഒരു കൃത്യമായ പ്രൊപ്പോർഷൻ അതുതന്നെ ദൈവത്തിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് ഏതാണ്ട് ഒരു 80 ഡിഗ്രി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞാലും ഇത് മറയില്ല എന്നാണ്. അത്ര സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് ഈ പെട്ടകത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യായവിധിയെ മറികടക്കുവാൻ, ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോഹയ്ക്കും കുടുംബത്തിനുമായി ദൈവം ഒരു പെട്ടകം ഒരുക്കി അവരെ രക്ഷിക്കുന്നു എന്നതാണ് നാം ഇവിടെ കണ്ടത്. ഇന്നത്തെ ഈ പഠനം നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.